ഫ്രണ്ട്സാണ് ഇവർ, അശ്വതി പോളിയും ഫ്രണ്ട്സാണ്. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എന്തായാലും നമ്മൾ അങ്ങനത്തെ വിളികളും വഴക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ചാക്കോച്ചൻ്റെ ക്യാരക്ടർ പിന്നെ ഒരു ഹാർഡ് കോർ ഒരു കമ്മ്യൂണിസത്തിലേക്ക് മാറുകയാണ്. എന്നിട്ട് അവിടെ ഇപ്പോഴത്തെ കാലത്ത് ഇവിടെ ജീവിക്കാനുള്ള കുറേ സർവൈവ് ചെയ്യാനുള്ള കുറേ ടെക്നിക്സുകളാണ് പോളി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അതിലൊന്നും ആ ടെക്നിക്കുകളിലൊന്നും ഞാനില്ല, ഈ അശ്വതി വരുന്നില്ല. പക്ഷേ പോളിക്ക് എവിടേക്കോ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ് അശ്വതിയുടെ. ചാക്കോച്ചൻ പറഞ്ഞത് ശരിയാണ്, ചെറുപ്പം തൊട്ടിട്ടേ അശ്വതിക്കും പോളിക്കും ഇപ്പോൾ ഇവിടെ കഥ തുടങ്ങിയതിന് ശേഷം പിന്നെ വലുതായതിനു ശേഷം ഒന്നുമല്ല ഇവരുടെ ഇടയിൽ റൊമാൻസ് ഉള്ളത്. പണ്ട് തൊട്ടിട്ടേ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അശ്വതി എന്ത് വന്നാലും പോളീനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്നുള്ള ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു SI ആണ്. അശ്വതിയുടെ അടുത്ത് വന്നിട്ട് പോളി പൈസ കടം ചോദിക്കുമ്പോഴും അല്ലെങ്കിൽ അപ്പോൾ അശ്വതി നന്നായി കൂടെ എന്നുള്ള രീതിയിലുള്ള ചെറിയ ഹെൽത്തി ആയിട്ടുള്ള ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങളുണ്ട്. അത് നല്ല രസകരമായ രീതിയിൽ തന്നെയാണ്. സീരിയസ് ആയിട്ടുള്ള വഴക്കുകളൊന്നുമില്ല. ഈവൻ പോളി ഒരു അത്രയ്ക്കും ഒരു വളരെ ഒരു ഹാർഡായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ പോളി നിൽക്കുമ്പോൾ പോലും അശ്വതി പോളിക്ക് വേണ്ടിയിട്ടാണ് വൗച്ച് ചെയ്യുന്നത്. അതായത് പോളി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു രീതിയിലാണ് അശ്വതിയുടെ സ്റ്റാൻഡ്. സോ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള വഴക്കുകളൊന്നും അവർ തമ്മിലില്ല. നല്ല കുട്ടി ക്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ വഴക്കുകൾ. സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ നിഷാദേട്ടൻ പറഞ്ഞത് എല്ലാവർക്കും ഈ ക്യാരക്ടർ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്താൽ കൊള്ളാം എന്നുള്ളത് ഒരു ഒപ്പീനിയൻ അങ്ങനെ വന്നുകൊണ്ടാണ് അവർ എൻ്റെ അടുത്ത് വന്നത് പറഞ്ഞത്. കേട്ടപ്പോൾ എനിക്കും നല്ലൊരു പ്രോജക്റ്റായിട്ട് തോന്നി. അപ്പം ക്യാരക്ടറും ഒരു പോലീസ് ഓഫീസറായിട്ടൊന്നും ഞാൻ അങ്ങനെ ഒരു ത്രൂ ഔട്ട് ഫിലിം ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ മൂവി കമ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ അജുവായിട്ട് ഞാൻ ഡോക്ടർ ലവിൽ ഞങ്ങൾ 3 പേരുള്ള കോമ്പിനേഷൻ ഉണ്ട്, ചാക്കോച്ചനും ഞാനും അജു ആയിട്ടില്ല. പക്ഷേ അതിൽ നിന്ന് വേറൊരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റാണ് ഇത്. ഇതൊരു നാട്ടുമ്പുറത്തിലുണ്ടാവുന്ന ഡോക്ടർ ലവ് ആണെങ്കിൽ ഫുൾ കോളേജിൽ നടക്കുന്ന ഇടിയും വഴക്കുകളും ചാലഞ്ചുകളും ആണെങ്കിൽ ഇവിടെ ഒരു നാട്ടുമ്പുറത്ത് നടക്കുന്ന ഒരു പോളിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഞാനൊരു തെലുഗു ഫിലിമിന് വേണ്ടിയിട്ട് ഒരു പോലീസ് റോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പോലീസ് റോൾ അല്ലാത്തൊരു സീന്, ഒരു പോലീസ് ഓഫീസറായിട്ട് ഒരു സീൻ ഞാൻ വരുന്നത് പോലെയാണ്. സോ യൂണിഫോം ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട്. ഇതിലാണ് ഒരു ത്രൂ ഔട്ട് പോലീസ് ഓഫീസറായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരിക്കലും ഒരു റഫ് ടഫ് ഒരു കോപ്പൊന്നുമല്ല. ഒരു നാട്ടുമ്പുറത്ത് ഒരു സാധാരണ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ ആഗ്രഹം കാരണം അച്ഛനാണ് SI ആവണമെന്ന് പറഞ്ഞിട്ട് അശ്വതിനെ SI ആക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു SI ആയിട്ടുള്ള ഒരു നാട്ടുമ്പുറത്ത് അശ്വതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി. അപ്പോൾ അത് അങ്ങനൊരു എന്താ പറയുക, ആ ഒരു കെമിസ്ട്രി നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ നല്ലൊരു പെയറാണെന്ന്. അവർക്ക് എല്ലാവർക്കും അത് തോന്നിയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കും അവർ എൻ്റെ അടുത്ത് കാസ്റ്റിങ്ങിന് വന്നിട്ടുണ്ടാവുക. ഉണ്ട്. അതിപ്പോൾ പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിലും ഞാനൊരു 80s 90s മൂവീസ്, നല്ല മൂവികൾ TV വരുമ്പോൾ വേറെ പുതിയ മൂവികളുണ്ടെങ്കിൽ അത് നമ്മൾ കാണില്ല. നമ്മൾ വീണ്ടും നമ്മൾ 80s 90s മൂവി തന്നെയാണ് പിന്നെ നമ്മൾ കാണുക. അതെന്താ വെച്ചാൽ നമുക്കൊരു മടുപ്പ് തോന്നുന്നില്ല. അതായത് ഞാൻ കുറേ കണ്ടിട്ടുള്ളതാ വേണ്ട മാറ്റുമെന്ന് പറയാൻ തോന്നുന്നില്ല ചില സന്ദർഭങ്ങൾ, ചില നല്ല ഹ്യൂമർ. അപ്പോൾ അത് എനിക്കിപ്പോഴും ഇഷ്ടമാണ് കാണാൻ. അപ്പോൾ അതുപോലെ ഇവിടെ വ്യത്യസ്തമായുള്ള ട്രീറ്റ്മെൻറ്റിൽ പടങ്ങൾ വരുമ്പോൾ ആൾക്കാർ വെൽക്കം ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ പടങ്ങൾ ഓടുന്നുണ്ട്. പക്ഷേ എങ്കിലും എവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു മലയാളികൾക്ക് ഒരു ചെറിയ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് ഇങ്ങനത്തെ ഒരു പടങ്ങൾക്ക്. ബിക്കോസ് ഞാനിപ്പോൾ കേട്ട റിവ്യൂ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഗ്രാമവും ഗ്രാമത്തിൻ്റെ കുറേ നന്മകളും നല്ല വിഷ്വൽ ബ്യൂട്ടിയും ഒരു ഫുൾ ഫാമിലി എൻ്റർടൈനറായിട്ട് വന്ന ഒരു പാവം കൊച്ചു പടം എന്നുള്ള രീതിയിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് മലയാളികൾക്ക് എവിടെയൊക്കെയോ ഒരു ചെറിയൊരു സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും അതിനോട്. പപ്പേട്ടൻ ഒരു പക്ഷേ ഭയങ്കര വർത്തമാനം പറയാത്ത ഒക്കെ ഒരാളായിരിക്കാം. പക്ഷെ ആള് അങ്ങനെ ഒരു ഗൗരവക്കാരനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചെയ്ത പടങ്ങൾ ഓഫ് കോഴ്സ് വാസ്തവം അതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊരു സീരിയസ് മൂവിയാണ്. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഒരു കോമഡി ജോണറാണ്. എല്ലാ സന്ദർഭങ്ങളും സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് പോലും കോമഡിയിലൂടെയാണ് ടച്ച് ചെയ്ത് പോയിരിക്കുന്നത്. അതെന്തായാലും നിഷാദക്ക സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് നമുക്കറിയാം. ഓർഡിനറിക്ക് ശേഷം നിഷാദക്ക സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അപ്പോൾ പപ്പേട്ടനാണ് ആദ്യമായിട്ടൊരു കോമഡി ജോണറിലേക്ക് വരുന്ന ഒരാൾ. ഞങ്ങളെല്ലാവരും ഒരു കോമഡി മൂവീസിലൊക്കെ ഭാഗമാവാൻ സാധിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ പപ്പേട്ടൻ എനിക്ക് തോന്നുന്നു പപ്പേട്ടൻ അങ്ങനെ ഒരു ഓപ്പൺ ടു ഡിസ്കഷൻസിൽ ആയിരുന്നു. അതായത് ഇപ്പോൾ അജു ആണെങ്കിലും ചാക്കോച്ചനാണെങ്കിലും നിഷാദേട്ടനാണെങ്കിലും ഞാനാണെങ്കിലും ഈവൻ വിജയരാഘവൻ ഞങ്ങൾ ആരാണെങ്കിലും ഇങ്ങനെ ചെയ്ത അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചും കൂടി പഞ്ച് കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ ആള് അത് ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. അല്ലാതെ അതിൽ വേണ്ട അങ്ങനെ ഇല്ലായിരുന്നു. കാരണം ആള് ഭയങ്കര ഒരു നമുക്ക് ആ ആർട്ടിസ്റ്റുകൾക്ക് സ്പേസ് തരുമായിരുന്നു. അപ്പം അങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും സീരിയസ് ആയിട്ടുള്ള. കാരണം ഞാനിപ്പോൾ ഈ മൂവി ചെയ്യണേക്കാളും മുമ്പ് പപ്പൻ്റെ ഞാൻ ഫംഗ്ഷന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുള്ളൂ. അപ്പം ജസ്റ്റ് ഇങ്ങനെ ചിരിക്കുന്നല്ലാതെ എനിക്കങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരാളായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഭയങ്കര പാവം സോഫ്റ്റ് സ്പോക്കൺ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടീമിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു പപ്പേട്ടനും ഞങ്ങളുടെ കൂടെയൊക്കെ സംസാരിക്കുമായിരുന്നു. കുറേ ഞങ്ങൾ ഇരുന്ന് ചിരിക്കുമ്പോൾ പപ്പേട്ടൻ എന്താ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനൊരു സീരിയസ് ആയിട്ട് നമുക്ക് അയ്യോ പപ്പേട്ടൻ്റെ അടുത്ത് കേൾക്കണ്ട അല്ലെങ്കിൽ പപ്പേട്ട അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നില്ല.